ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കലിംഗ കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ കീഴടങ്ങാതെ നിൽക്കുന്നു. കലിംഗ കീഴടക്കാനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശ്രമം ഒരിക്കൽ കൂടി ഫലം കണ്ടില്ല. ഒരു സമനിലയാണ്, വീണ്ടും തുടർച്ചയായ രണ്ടാമത്തെ എവേ സമനിലയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ ISL സീസണിൽ ലഭിച്ചത്. 2-നെതിരെ 2 ഗോൾ, 2-2 സമനില. ഓർക്കുക, കളിയുടെ ആദ്യ 21 മിനിറ്റുകളിൽ 2-0 ഏകപക്ഷീയമായ 2 ഗോളിന്റെ ലീഡ് കരസ്ഥമാക്കിയതിന് ശേഷമാണ് അടുത്ത 15 മിനിറ്റിൽ, അതായത് 21-നും 36-നും ഇടക്കുള്ള അടുത്ത 15 മിനിറ്റുകൾക്കുള്ളിൽ അതേ കൊടുത്ത 2 ഗോളുകളും തിരികെ മേടിച്ച് 2-2 സമനില കേരള ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്നത് എന്ന് കൂടി അറിയുക. സോ ഗോള് അടിക്കുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് ഗോള് കൺസീഡ് ചെയ്യാതിരിക്കുന്നത്. ലോങ് ലീഗുകളിൽ ഒരു ടീമിനെ വിജയത്തിലേക്കും കിരീടത്തിലേക്കും നയിക്കുന്നത് അവർ നേടുന്ന ക്ലീൻ ഷീറ്റ് വിജയങ്ങളാണ്. ഗോൾ കൺസീഡ് ചെയ്യാതിരിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ISL-ലെ ആകെ കണക്കെടുത്താൽ ക്ലീൻ ഷീറ്റ് ഇല്ലാത്ത 15 മത്സരങ്ങളായിരിക്കും. തുടർച്ചയായ 15 സ്ട്രെയിറ്റ് ISL ഗെയിംസിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ക്ലീൻ ഷീറ്റ് ഇല്ലാതെ പോയിരിക്കുന്നത്. മാത്രവുമല്ല, കോർണർ കിക്കിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ 12 മത്സരങ്ങളിൽ, ലാസ്റ്റ് 12 മാച്ചസ് ISL ഗെയിംസ്, കോർണർ കിക്കിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ അടിച്ചിട്ടില്ല എന്ന് പറയുന്നത് സെറ്റ് പീസുകൾ വഴങ്ങുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ്. സെറ്റ് പീസുകൾ സ്കോർ ചെയ്യുന്നതും സെറ്റ് പീസ് വഴങ്ങിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത് എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് നമുക്ക് കിട്ടുന്ന സെറ്റ് പീസുകളിൽ നമ്മൾ കൺവെർട്ട് ചെയ്യുന്നതും. സോ ഇതൊക്കെ ചെറിയ ചെറിയ പോരായ്മകളായി നിലനിൽക്കുന്നു. പക്ഷേ എവേ മാച്ചിൽ കിട്ടിയ, ഞാൻ വീണ്ടും പറയട്ടെ, ഒഡീഷയെ പോലെ മികച്ച ഒരു ടീമിനെതിരെ കിട്ടിയ സമനില, അതും ഓൺ ദ റോഡ് കിട്ടുന്ന ഒരു സമനില, 1 point is equivalent to win, അതും കലിംഗ പോലെ ചരിത്ര പ്രസിദ്ധമായ ഒരു വെന്യൂവിൽ കിട്ടിയ സമനില. തോറ്റില്ല എന്നതിൽ ആശ്വസിക്കാം. വിജയത്തിന് തുല്യമായ സമനിലയാണ്. എങ്കിലും ചിന്തിക്കാൻ ഒരുപാട് പോയിന്റുകൾ ബാക്കി വെച്ച മറ്റൊരു മത്സരം കൂടി. ഈ കളിയിലെ ശുഭകരമായ പോയിന്റുകളെ കുറിച്ച് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിലെ ഏറ്റവും തിളക്കമുള്ള അമൂല്യമായ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ്. ദ ഓൺലി വൺ മാൻ, നോവ സദോയ്. തുടർച്ചയായ മൂന്നാമത്തെ മത്സരത്തിലും നോവ സ്കോർ ചെയ്തു. ഗോൾ അടിച്ചു എന്ന് മാത്രമല്ല, ഒരു ഗോളും ഒരു അസിസ്റ്റും 1+1 പ്രൊവൈഡ് ചെയ്തപ്പോൾ അദ്ദേഹം ISL-ലെ നിലവിലുള്ള ഗോൾ കോൺട്രിബ്യൂട്ടേഴ്സിന്റെ ലിസ്റ്റിൽ അലാദിൻ അജാരിക്കും സുനിൽ ഛേത്രിക്കും ഒപ്പം 4 ഗോൾ കോൺട്രിബ്യൂഷനുമായി നോവ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നു റിഗാർഡിംഗ് ദ ഗോൾ കോൺട്രിബ്യൂഷൻസ് ലിസ്റ്റ്. അതേപോലെ വീണ്ടും ഒരു പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം കൂടി നോവ സദൂയിയെ തേടി വരുന്നു. സോ നോവ സദൂയിയുടെ ഈ മിന്നുന്ന ഫോം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ഒരു കാര്യമാണ്. ഈ മൊമെന്റം നഷ്ടപ്പെടുത്താതെ നോവ സദൂയിക്ക് തുടരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ബിക്കോസ് ഈ മൊമെന്റം അദ്ദേഹം തുടരുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും ഒരു ഗോൾ വരും, ഒരു ഗോൾ അദ്ദേഹം അടിക്കും, അല്ലെങ്കിൽ ഒരു ഗോൾ അദ്ദേഹം പ്രൊവൈഡ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. സോ നോവയുടെ ഫോം വളരെ നിർണായകമായി തുടരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒഡീഷയ്ക്കെതിരായ ഈ എവേ മാച്ചിൽ നിന്നും എടുക്കാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് പോസിറ്റീവ് പോയിന്റാണ്. അതേപോലെ നോവയുടെ ഒപ്പം സഹ സ്ട്രൈക്കറായ സ്പാനിഷ് താരം ഹിസൂസ് ഹിമിനസ്, അദ്ദേഹം തന്റെ 2ാമത്തെ ഗോൾ കണ്ടെത്തി. ബ്രില്യൻ ഗോളായിരുന്നു. നോവയുടെ അസിസ്റ്റിൽ നിന്നും അനായാസം അദ്ദേഹം ഒർത്തത ഫോളിനെ ഡ്രിബിൾ ചെയ്ത് അടിച്ച ഗോൾ. സോ അദ്ദേഹവും തന്റെ ടാർഗറ്റ് കീപ്പ് ചെയ്യുന്നത്, ടാർഗറ്റിലേക്കുള്ള അടികൾ അദ്ദേഹവും ലക്ഷ്യം തെറ്റാതെ കീപ്പ് ചെയ്യുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു കാര്യം തന്നെയാണ്. ഓഫ് കോഴ്സ് കഴിഞ്ഞ 2 മത്സരങ്ങളിലും തുടർന്ന മികച്ച പ്രകടനം, സെന്റർ ബാക്ക് സ്ഥാനത്ത് തന്റെ എക്സ്പീരിയൻസ് പ്രീതം കോട്ടാൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള കാഴ്ചയും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് സൈനാണ്. പ്രീതം കോട്ടാലിന്റെ ഡിഫൻസീവ് എക്സ്പീരിയൻസ് ഒരിക്കൽ കൂടി ടീമിന് ഗുണം ചെയ്ത ഒരു മത്സര ദിനമാണ് കടന്നുപോയത്. ഓഫ് കോഴ്സ് ക്യാപ്റ്റൻ മിലോസ് ഡ്രിൻസിച്ചും തീർച്ചയായിട്ടും അദ്ദേഹവും പ്രീതവും മിലോസും ചേർന്ന ഡിഫൻസീവ് സെന്റർ ബാക്ക് സഖ്യം വളരെ കൃത്യമായി കാര്യങ്ങളിൽ ഇടപെടുന്നു, ഭംഗിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്നതും ശുഭകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ മത്സരത്തിന്റെ 90-ാം മിനിറ്റിൽ ആദ്യ പകുതിയിൽ സ്കോർ 2-2 ആയിരുന്നു. കളി 2-2 തന്നെ തുടരവേ ഒരു 2-2 സമനിലയിലേക്ക് ഈ ഗെയിം നീണ്ടുപോകവേ കളിയുടെ 90-ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നോവ സദൂയിയെ ഒഡീഷ ബോക്സിനകത്ത് വളരെ കൃത്യമായി നമുക്ക് കാണാം ഡ്രിബിൾ ചെയ്ത് ബോൾ നോവയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ബോൾ. നോവ വലതുകാലുകൊണ്ട് ഇങ്ങനെ ഡ്രിബിൾ ചെയ്ത് റണാവാഡയെ ഡ്രിബിൾ ചെയ്ത് പോകുമ്പോൾ റണാവാഡെ അദ്ദേഹത്തെ ബോക്സിനുള്ളിൽ ഫൗൾ ചെയ്തു. കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി കിട്ടേണ്ടിയിരുന്ന ഒരു പെനാൽറ്റിയാണ് എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു പെനാൽറ്റി കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടേണ്ടിയത് നമ്മുടെ കോച്ച് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ
മിക്കായൽ സ്റ്റാറെ നമ്മുടെ ഹെഡ് കോച്ച് തന്നെ പോസ്റ്റ് മാച്ച് അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ കൃത്യമായി പറഞ്ഞു, അദ്ദേഹമായിരുന്നുവെങ്കിൽ അദ്ദേഹം പെനാൽറ്റി സ്പോട്ടിന് നേർക്ക് വിരൽ ചൂണ്ടിയേനെ. സോ അതും കളിയുടെ 90ാമത്തെ മിനിറ്റിലാണെന്ന് ആലോചിച്ച് നോക്കുക. ആ കളിയിലെ 3 പോയിന്റും കേരള ബ്ലാസ്റ്റേഴ്സിന് ഉറപ്പാക്കാൻ കഴിയുമായിരുന്ന ഒരു പെനാൽറ്റി നഷ്ടപ്പെട്ടത് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ നിർഭാഗ്യം എന്ന് പറയുന്നു. അതേപോലെ തന്നെയാണ് രണ്ടാം പകുതിയിൽ നഷ്ടപ്പെട്ടു പോയ 2 മികച്ച അവസരങ്ങൾ. ഒന്ന് നോവ തന്നെയാണ്, അത് നഷ്ടപ്പെടുത്തിയെന്ന് പറയാൻ കഴിയില്ല, ഒരു മിസ്പാസ് ആണ് നോവയ്ക്ക് കിട്ടുന്നത് ശരിക്കും. അതായത് മൊർത്താദ ഫോളിന്റെ ഒരു ഗിഫ്റ്റ് ആയിരുന്നു അത് മൊർത്താദ ഫോൾ ക്ലിയർ ചെയ്ത ബോൾ ബോക്സിന്റെ എഡ്ജിൽ നോവയ്ക്ക് തന്നെ കിട്ടുന്നു സെക്കൻഡ് ഹാഫിൽ. നോവ തന്റെ റൈറ്റിന്റെ വലത് കാലിന്റെ ഔട്ടർ ഫുട്ട് കൊണ്ട് റൈറ്റിന്റെ ഔട്ടർ കൊണ്ട് സ്ട്രൈറ്റ് അവേ പോസ്റ്റിലേക്ക് ഒരു അടി അടിക്കുകയാണ്, അത് ക്രോസ് ബാറിൽ കൂടെ പോയി. പക്ഷേ ബോക്സിന്റെ ഇടത് ഭാഗത്ത് ഫ്രീ ആയി ഹിമിനസ് ആ ബോൾ ചോദിക്കുന്നുണ്ടായിരുന്നു. നോവ ആ പന്ത് സ്ക്വയർ പാസ് ഹിമിനസിന് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് അവിടെ അനായാസമായ ഒരു 3ാമത്തെ ഗോൾ നേടാൻ കഴിയുമായിരുന്നില്ലേ എന്ന ഒരു ചോദ്യം കൂടി ഉണ്ട്. അത് നല്ലൊരു അവസരം. പിന്നെ അതേപോലെ നമുക്ക് കിട്ടിയ കേരള ബ്ലാസ്റ്റേഴ്സിന് 67ാം മിനിറ്റ് കിട്ടിയ ഒരു ഫ്രീ കിക്ക്, അത് നോവയാണ് എടുത്തത്. ബ്രില്യൻ ഫ്രീ കിക്ക്, സെക്കൻഡ് പോസ്റ്റിലേക്ക് വന്ന ഫ്രീ കിക്ക് എല്ലാവരെയും ബീറ്റ് ചെയ്തു. ഗോൾ കീപ്പർ അമരീന്ദ്രനെയും ബീറ്റ് ചെയ്ത് വരുമ്പോൾ ഫൈനൽ മാൻ, ലാസ്റ്റ് മാനായി മിലോസ് ആണ് വന്നത്. മിലോസിന് കറക്റ്റായി മിലോസിന്റെ തലയിൽ ആ പന്ത് കിട്ടുകയും ചെയ്തതാണ്. പ്രോപ്പറായി ഹെഡർ കറക്റ്റ് ആയിരുന്നെങ്കിൽ ആ പന്ത് വലയുടെ അകത്തായിരുന്നു. പക്ഷെ ലാസ്റ്റ് സെക്കൻഡിൽ പന്തിൽ നിന്ന് കണ്ണെടുത്തുകൊണ്ട് മാത്രം മിലോസിന്റെ ഹെഡർ വഴി മാറിപ്പോയി. ഈ 2 സുവർണ അവസരങ്ങൾ കൂടി കൺവേർട്ട് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നലെ ഒരു കലിംഗ കീഴടക്കൽ മിഷൻ തീർച്ചയായും വിജയകരമായി പൂർത്തിയാക്കാൻ കേരളത്തിന്റെ കൊമ്പന്മാർക്ക് സാധിക്കുമായിരുന്നു. ഇനി നമുക്ക് മത്സരത്തിലെ 4 ഗോളുകളിലേക്ക് വരാം. അതെന്തായാലും പറയണമല്ലോ. കേരള ബ്ലാസ്റ്റേഴ്സ് 21 മിനിറ്റിനകം 2-0 ലീഡ് എടുത്ത ആ ഒരു മെമ്മറബിൾ സ്റ്റാർട്ടിങ് ഒരുപക്ഷെ ISL ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച സ്റ്റാർട്ടിംഗ് ആയിരുന്നു ഇന്നലെ കലിംഗയിൽ കണ്ടത്. ആദ്യം നോവയും ഹിമിനസും ചേർന്ന് നടത്തിയ ഒരു മുന്നേറ്റത്തിനൊടുവിൽ ഹിമിനസ് ബോക്സിന്റെ ഇടത് ഭാഗത്ത് നോവയ്ക്ക് തന്റെ വലത് കാലുകൊണ്ട് ഒരു കേർവിംഗ് ഷോട്ട് ഇടാൻ വേണ്ടി ഒരു പന്ത് മനോഹരമായി നീക്കി ഒരു അസിസ്റ്റ് നൽകുന്നു. ഓടിയെത്തിയ നോവ വലത് കാല് തന്നെ യൂസ് ചെയ്ത് കൃത്യമായി ഗോൾ കീപ്പർ അമരീന്ദറിന് ഒരു അവസരവും നൽകാതെ ഫാർ പോസ്റ്റിലേക്ക് പന്തിനെ കൃത്യമായി എത്തിക്കുന്നു. 1-0. തിരിച്ചു വീണ്ടും നോവ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു ഹിമിനസിന് വേണ്ടി. ഹിമിനസിന്റെ സീസണിലെ 2ാമത്തെ ഗോൾ, മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ 2ാമത്തെ ഗോൾ. ലെഫ്റ്റിൽ നിന്ന് നോവ അറ്റാക്ക് ചെയ്ത് വരുന്നു. നോവയുടെ അസിസ്റ്റാണ് സ്ക്വയർ പാസ്, അതേപോലെ ഹിമിനസിന് കിട്ടുന്നു ബോക്സിന്റെ വലതു ഭാഗത്ത്. തൊട്ട് മുന്നിൽ മൊർത്താദ ഫോൾ നിൽക്കുന്നുണ്ടെങ്കിലും മൊർത്താദ ഫോളിനെ ഒന്ന് ഒഴിവാക്കി നിർത്തി പന്ത് വലത് കാലിലേക്ക് മാറ്റി. മൊർത്താദ ഫോൾ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഹിമിനസിന്റെ അടി പോകുന്നത്. കൃത്യമായി ഫസ്റ്റ് പോസ്റ്റിൽ തന്നെ ടോപ്പ് കോർണറിൽ വീണ്ടും ഗോൾ കീപ്പർ അമരീന്ദർ ഒരിക്കൽ കൂടി പരാജയപ്പെടുന്നു. 2 നല്ല സൂപ്പർ ഫിനിഷ്. 2-0. പക്ഷെ 2-0 ലീഡ് കിട്ടിയതിനു ശേഷം അവിശ്വസനീയമായി വീണ്ടും ഒരിക്കൽ കൂടി കയ്യിൽ കിട്ടിയ ലീഡ് തിരികെ ഗോൾ മേടിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി സങ്കടകരമായി നഷ്ടപ്പെടുത്തി കളയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ആദ്യത്തെ ഗോൾ തന്നെ കാണാം. അത് ഒന്നാമത് ഒഡീഷയ്ക്ക് പോലെയുള്ള ടീമിനെതിരെ നമ്മൾ കണ്ടു. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിസഡ്വാൻറ്റേജ് സെറ്റ് പീസുകൾ കൺവേർട്ട് ചെയ്യുന്നതിലാണ്. സെറ്റ് പീസുകൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നില്ല എന്നുള്ള പോയിന്റ് ഞാൻ ആദ്യമേ തന്നെ ഇൻട്രോയിൽ തന്നെ സൂചിപ്പിക്കേണ്ടായി. മറുഭാഗത്ത് നോക്കുക, സെറ്റ് പീസുകൾ വരുമ്പോൾ ഒഡീഷ എത്രമേൽ പ്ലാൻഡ് ആയിട്ടാണ്, എത്രമേൽ പ്രൊഡക്റ്റീവ് ആയിട്ടാണ് സെറ്റ് പീസുകളെ കൺവേർട്ട് ചെയ്യുന്നതും കൂടെ കാണുക. സോ അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. 29ാം മിനിറ്റിൽ ഒഡീഷയ്ക്ക് അനുകൂലമായ ഒരു കോർണർ കിട്ടുന്നു. അതാണ് അൺനെസസറി കോർണറാണ്. അത് പ്രീതം കോട്ടാൽ ക്ലിയർ ചെയ്ത ബോളാണ്. അത് അകത്തേക്ക് ക്ലിയർ ചെയ്ത് പന്ത് പുറത്തേക്ക് പോയി. അങ്ങനെ ഒരു അൺനെസസറി കൺസീഡ് ചെയ്ത കോർണറാണെന്ന് ആദ്യമേ പറയട്ടെ. ഇനി ആ കോർണർ അഹമ്മദ് ജാഹു എടുക്കാൻ പോകുമ്പോൾ അഹമ്മദ് ജാഹുവിന്റെ കളി നമ്മൾ എത്രയോ വർഷങ്ങളായി കാണുന്നതാണ്. അദ്ദേഹം പന്തിങ്ങനെ വെച്ച് പന്തിലൊന്ന് കൈ പിടിച്ച് തൊടും, ജസ്റ്റ് വലത് കാലുകൊണ്ട് ഷോർട്ട് കോർണറാക്കി അപ്പം തന്നെ എടുക്കും, അത് തിരികെ വാങ്ങും അപ്പോൾ തന്നെ. എന്നിട്ട് അദ്ദേഹം അത് പവർഫുൾ ആയിട്ട് ക്രോസ് ചെയ്യും. ഇതാണ് അദ്ദേഹത്തിന്റെ രീതി. കോർണറുകളിൽ സാധാരണ അദ്ദേഹം തുടരുന്ന രീതി. ഒരു മാറ്റവും ഇല്ല. ഐസക് റാൾട്ടേക്ക് കൊടുക്കുന്നു, അഹമ്മദ് ജാഹു തിരികെ വാങ്ങുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഒരു കളിക്കാരൻ പോലും അത് ബ്ലോക്ക് ചെയ്യാനോ അവിടെ പോയി ക്ലോസ് ഡൗൺ ചെയ്യാനോ തയ്യാറായില്ല എന്നുള്ളതാണ് ആദ്യത്തെ പോരായ്മ. ഒരിക്കലും അഹമ്മദ് ജാഹുവിനെ കൊണ്ട് പവർഫുൾ ആയ ഒരു പന്ത് ക്രോസ് ചെയ്യിപ്പിക്കാതിരിക്കുക. ദാറ്റ് ഇസ് ഡേഞ്ചർ. അകത്തേക്ക് വന്നാൽ ആരുടെങ്കിലും കാലിൽ തട്ടിയത് അകത്തേക്ക് പോകും എന്നുള്ള ഡേഞ്ചർ ഉണ്ട്. സോ അതിന് നമ്മൾ തുനിഞ്ഞില്ല. ബ്ലോക്ക് ചെയ്യാതെ പോയ ഡിഫൻസീവ് പിഴവിന് തന്നെയാണ് ആദ്യം നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്. ഇനി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന്റെ ഒരു പോരായ്മ ചൂണ്ടിക്കാട്ടട്ടെ. അതൊരു പോരായ്മ തന്നെയാണ്, ചെറിയ രീതിയിലാണെങ്കിൽ കൂടി. ഏരിയൽ പന്തുകളിൽ, ഉയർന്നു വരുന്ന പന്തുകളിൽ സച്ചിൻ ഇസ് ബ്രില്യൻ. സച്ചിൻ ഓക്കെ. പക്ഷേ സച്ചിന്റെ മുന്നിൽ വന്ന് പിച്ച് ചെയ്യുന്ന പന്തുകളിൽ, ബോൾസ് വിച്ച് ആർ പിച്ചിങ്, ഷോട്ട്സ് വിച്ച് ആർ പിച്ചിങ് ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ കീപ്പർ, അവിടെ സച്ചിൻ ഇത്തിരി വൾണറബിൾ ആണ്. ഇന്നലെയും അത് തന്നെയാണ്. അഹമ്മദ് ജാഹുവിന്റെ ക്രോസ്, പവർഫുൾ ക്രോസ് ഗോൾ കീപ്പറുടെ മുന്നിൽ, അവിടെ ഒരു കൺഫ്യൂസിങ് സിറ്റുവേഷൻ ആണ്. കാരണം എല്ലാവരും ഉണ്ട്, 2 ടീമിലെയും കളിക്കാരും ചേർന്ന് ഒരു ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഗോൾ കീപ്പറുടെ മുന്നിൽ വന്ന് പിച്ച് ചെയ്യുന്ന പന്തിൽ ഒന്നുകിൽ സച്ചിൻ അതിനെ പവർഫുള്ളായി പഞ്ച് ചെയ്ത് എങ്ങോട്ടെങ്കിലും തട്ടിക്കളയണം, ബോക്സ് കുറച്ചുകൂടി ദൂരത്തേക്ക്.
ഗോൾ കീപ്പർ ജസ്റ്റ് കൈ വെക്കുക മാത്രം ചെയ്താലുള്ള കുഴപ്പം ആ പന്ത് അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു കളിക്കാരന്റെ ദേഹത്ത് തട്ടി സ്വന്തം വലയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. സംഭവിച്ചത് അത് തന്നെയാണ്. കോയഫിന്റെ മേത്ത് തട്ടുന്നു, സ്വന്തം വലയിലേക്ക് പോകുന്നു. കോയഫ് തന്നെ വന്നത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗോൾ ലൈൻ കഴിഞ്ഞതായി റെഫറി പറയുന്നു, ഇറ്റ്സ് എ ഗോൾ. അങ്ങനെ ഒഡീഷയ്ക്ക് ആദ്യത്തെ ഗോൾ കിട്ടുന്നു. നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കണ്ടതുപോലെ അൺനെസസറി വെറുതെ ഒരു ഫ്ലൂക്ക് ഗോൾ എതിർ ടീമിന് നമ്മൾ ഗിഫ്റ്റ് ചെയ്തു എന്ന് പറയാം. അധികം വൈകാതെ ഒഡീഷ രണ്ടാമത്തെ സമനില ഗോളും നേടി. അവർ കീപ്പ് കളി തുടങ്ങിയപ്പോൾ മുതലേ ഒഡീഷ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഡീഗോ മോറീസിയോ ഫസ്റ്റ് 11 കളിക്കുന്ന ഒരു മത്സര ദിവസം വലതു ഭാഗത്ത് കൂടി ഒരു മുന്നേറ്റം വരുന്നു. മൗറീഷ്യോയും ജെറി മാമിങ് താങ്കയും തമ്മിൽ 1-2-1 കളിക്കുന്നു. ഈസിയായി വോൾ പാസ് കളിച്ച് മൗറീഷ്യോ അകത്ത് വരുന്നു. ഡിഫൻസ് കംപ്ലീറ്റ്ലി ബീറ്റൺ. വീണ്ടും ഒരിക്കൽ കൂടി ഡിഫൻസിന്റെ പിഴവ് പറയട്ടെ, ഡിഫൻസ് ബീറ്റണായി. അങ്ങനെ മൊറീഷ്യോയെ സ്വതന്ത്രമായി പോകാൻ അനുവദിക്കാൻ പാടില്ല, അത് പോട്ടെ, ബീറ്റണായി. ഗോൾ കീപ്പർ വീണ്ടും അങ്ങനെ ഒരു അവത് വന്നു കഴിഞ്ഞാൽ 6 യാർഡ് ബോക്സിന്റെ വെളിയിലേക്കോ അല്ലെങ്കിൽ 6 യാർഡ് ബോക്സിന്റെ എഡ്ജിലേക്കോ ചെന്ന് ധൈര്യപൂർവ്വം മുന്നോട്ട് ചെന്ന് ഒരു ബ്ലോക്ക് സേവിന് ഗോൾ കീപ്പർ മുതിർന്നിരുന്നുവെങ്കിൽ ആ പന്ത് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതിന് പകരം ഗോൾ കീപ്പറെ ലൈനിൽ നിന്ന് ജസ്റ്റ് ഒരു 2 സ്റ്റെപ്പ് മാത്രമാണ് മുമ്പിലേക്ക് വരാൻ. വീണ്ടും ഒരിക്കൽ കൂടി ഗോൾ കീപ്പറുടെ ഉള്ളിൽ കൂടി, സച്ചിന്റെ ഉള്ളിൽ കൂടി തന്നെയാണ്, കൈയുടെ ഉള്ളിൽ കൂടി തന്നെയാണ് ആ മൊറീഷ്യോയുടെ ആ കണക്ഷൻ പോകുന്നത്. ജസ്റ്റ് ഒരു റൈറ്റ് ഫുട്ട് കൊണ്ടൊരു ഫ്ലിക്കാണ്, ശരിക്കും ആ ഫസ്റ്റ് ടൈം ഫ്ലിക്കാണ്, അതാണ് അകത്തേക്ക് പോകുന്നത്. സോ കംപ്ലീറ്റ്ലി അഗെയിൻ ഡിഫൻസിന്റെയും ഗോൾ കീപ്പറുടെയും ഒരു നോട്ടപ്പിശക് തന്നെയാണ് ഈ രണ്ടാമത്തെ ഗോൾ ഒഡീഷ നേടിയ രണ്ടാമത്തെ ഗോൾ. അങ്ങനെ നമ്മൾ 2 ഗോള് കൊടുത്തു, 2 ഗോൾ അപ്പം തന്നെ മേടിച്ചു. ഞാൻ നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ 15ാമത്തെ മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലീൻ ഷീറ്റ് ഇല്ലാതെ ISL കളിക്കുന്നത്. വലിയ ലീഗുകളിൽ ക്ലീൻ ഷീറ്റ് വിജയങ്ങളാണ് പ്രധാനം. എതിരാളിയെ കൊണ്ട് ഗോൾ അടിക്കാൻ അനുവദിക്കാതിരിക്കുക, അവിടെയാണ് നമ്മുടെ ടീമിന്റെ കോൺഫിഡൻസ് കൂടുന്നത്. നമ്മൾ എത്ര ഗോൾ വേണമെങ്കിലും എതിരാളിക്ക് അടിച്ചോട്ടെ, അടിക്കുന്നതിനനുസരിച്ച് ബോളുകൾ നമ്മൾ ഇങ്ങോട്ടും വാങ്ങിയാൽ പിന്നെ എന്താണ് നമുക്കൊരു ആത്മവിശ്വാസം, എവിടെയാണ് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുക? അതൊരു വലിയ ചോദ്യമാണ്. സോ ക്ലീൻ ഷീറ്റ് ഇല്ലാണ്ട് 15 മത്സരങ്ങൾ ISL കളിച്ചത് വലിയൊരു ചോദ്യമാണ്. വി നീഡ് ക്ലീൻ ഷീറ്റ് വിൻസ്, വി നീഡ് ക്ലീൻ ഷീറ്റ്സ്. ലോങ് ലീഗിൽ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ക്ലീൻ ഷീറ്റ്സ്. ഈ ഒരു പോയിന്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തിങ്ക് ടാങ്ക്സ്, ചിന്താ കേന്ദ്രങ്ങൾ വളരെ കൂലങ്കഷമായി, വളരെ വളരെ പ്രധാനമായി തന്നെ, പ്രസക്തമായി തന്നെ ചർച്ച ചെയ്യും, ഇമ്പോർട്ടൻ്റ് ആയി തന്നെ, ഗൗരവമായിട്ട് തന്നെ ചർച്ച ചെയ്യും എന്ന് കരുതാം. അതേപോലെ തന്നെയാണ് സെറ്റ് പീസുകളിലെ ഒരു കൺവേർഷൻ. ഗോളുകൾ, ഒരു കോർണർ കിക്കിന് ഇന്നലെ തന്നെ നമുക്ക് 7-8 കോർണറുകൾ കിട്ടി. ഇന്നലെ ഒന്നും നമുക്ക് ഒരു കോർണറുകളിൽ ഒരു ചലനം പോലും സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 12 ISL മത്സരങ്ങളിലായി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കോർണർ കിക്കിൽ നിന്നും കൺവേർട്ട് ചെയ്തൊരു ഗോൾ അടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സെറ്റ് പീസ് വൈദഗ്ധ്യം എവിടെ? സെറ്റ് പീസുകൾ ആധുനിക ഫുട്ബോളിൽ പകുതി ഗോളാണ്. 50% അർദ്ധ ഗോൾ അവസരങ്ങളാണ് ഓരോ സെറ്റ് പീസുകളും. സോ വി നീഡ് ടു കൺവേർട്ട് ഓൾ ദോസ് സെറ്റ് പീസസ് ഇഫ് യു വാണ്ട് ടു വിൻ മാച്ചസ് ആൻഡ് വിൻ ദ ലീഗ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ മത്സരം ഒരു കൊടുത്തു മേടിച്ചു മത്സരമായി മാറി. 2-2 സമനില. ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത കളിയും ഇനി എവേ മാച്ച് തന്നെയാണ്. മുഹമ്മഡൻസിനെതിരെയാണ് എവേ മാച്ച്. അതിനു മുമ്പ് ടീമിന് അല്പം റിക്കവറിക്കൊക്കെ സമയമുണ്ട്. ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത മാച്ച് വരുന്നത്. അതായത് October 17 കഴിഞ്ഞിട്ടാണ് മാച്ച് വരുന്നത്. സോ അടുത്ത മാച്ചും എവേ മാച്ചാണ്. മുഹമ്മഡൻസ് കൊൽക്കട്ടയ്ക്കെതിരെ എവേ മാച്ചാണ്. ആ മാച്ചിന്റെ പ്രീ മാച്ച് വീഡിയോയുമായിട്ട് കാണും വരെ. നിലവിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്ത്. ഇന്നലത്തെ സമനില വന്നതോടെ 4 മത്സരങ്ങൾ 1 വിജയം 2 സമനില. സോ 5 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ്. മൊമെന്റം തുടരുക, കുതിപ്പ് തുടരുക. എന്തായാലും എവേ മാച്ചിൽ തോൽക്കാതെ ഒരു പോയിന്റ് കിട്ടിയതിൽ എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. തോറ്റില്ലല്ലോ, നമ്മളൊരു പോയിന്റ് കിട്ടിയോ. സോ എവേ പോയിന്റ്സ് ആർ ഓൾവേസ് വാല്യുബിൾ ആണ്, നമ്മൾ തിരിച്ചറിയുന്നു. എനിവേ എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയുമായി കാണും വരെ. ദിസ് ഇസ് ഷൈജു ദാമോദരൻ സൈനിങ് ഓഫ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്.